വെൽക്കം ടു ദി നട്ടപ്പാതിര വീഡിയോ. രാവിലെ എണീച്ചിട്ട് കാണുന്നവർക്ക് ഇത് രാവിലെയുള്ള വീഡിയോ. ഇതെന്താ പറയുക, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം തന്നെ ഇടാൻ കാരണം മേജർ രവീൻ്റെ ഒരു ലൈവ് ഞാനിപ്പോൾ കണ്ട്. ഇവിടെ മാരക തള്ളു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നൊന്നര തള്ളാണ് നമ്മുടെ രവിച്ചേട്ടൻ തള്ളി വെച്ചിട്ടുള്ളത്. അങ്ങേര് പറഞ്ഞതാ മോഹൻലാൽ റിലീസിന് മുന്നേ എമ്പുരാൻ കണ്ടിട്ടില്ല, അദ്ദേഹം ഉറപ്പായും മാപ്പ് പറയും. മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടൻ, ഓക്കെ, ഈ മേജർ രവിക്ക് മുമ്പേയും മലയാള സിനിമയിൽ അഭിനയിച്ച് മലയാളികൾ ഏറ്റെടുത്ത് മലയാളികളുടെ സ്വന്തം ലാലേട്ടനായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഇന്നും അങ്ങനെയാണ്, അന്നും അങ്ങനെയായിരുന്നു, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ലാലേട്ടൻ മാപ്പ് പറയണോ വേണ്ടേ, മാപ്പ് പറയുമോ വേണ്ടേ, ഞങ്ങളോട് ആരോടും ലാലേട്ടനൊന്നും മാപ്പ് പറയേണ്ട ഒരു ആവശ്യവുമില്ല. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എല്ലാ മലയാളികൾക്കും അറിയുന്ന ഒരു വിഷയമാണ്. സംഘികളുടെ തലയിൽ മാത്രമാവും ഇത് കയറാത്തത്. അതുകൊണ്ട് BJPയുടെ ഭാഗമായി നിൽക്കുന്ന മേജർ രവിക്ക് മോഹൻലാലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു പരിപാടി എടുത്ത് അതുവഴി സുഖിപ്പിച്ച ശേഷം സോപ്പും പതയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടുത്തൊരു സിനിമയ്ക്ക് ഡേറ്റ് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ചെയ്ത ഒരു കുഴപ്പമുള്ള വിഷയമല്ല. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ മിസ്റ്റർ മേജർ രവി നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ലൈവിൽ പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ വെക്കുകയാണ്. ഞാൻ അറിയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഇദ്ദേഹം കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും 5 സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാനിത് വൈറ്റ് വാഷ് ചെയ്യാനോ ഇതല്ല, ഞാൻ അറിയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യില്ല. കീർത്തിചക്ര തൊട്ടിട്ട് ഞാൻ കഴിഞ്ഞ 71 വരയ്ക്കും ഞാൻ 5 സിനിമ ചെയ്തിട്ടുള്ളത്. കീർത്തിചക്ര പോലും അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല. ഐ സ്വയർ. സിനിമ റിലീസാവുന്നതിന് മുന്നേ അദ്ദേഹം ഫുൾ സിനിമ, ഞാൻ എന്നെ ഏറ്റവും അധികം വിശ്വസിക്കും. ഞാൻ നിങ്ങളോട് ഞാൻ വിഷമിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ഒരു കാര്യം നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആ ആളെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അറിയണം. ഐ സ്വയർ യു, അദ്ദേഹം കീർത്തിചക്ര ഫുൾ സിനിമ റിലീസിന് മുന്നേ കണ്ടിട്ടില്ല. പിന്നെ അന്നൊക്കെ ഈ പ്രിവ്യൂ ഷോസും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടും എന്റെ ദാരിദ്ര്യം കൊണ്ടും ഞാൻ പ്രിവ്യൂ ഷോ ഒന്നും ഇവിടെ വെച്ചിട്ടില്ല. കാരണം എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു. ചൗധരി സാറും പറഞ്ഞു ഓക്കെ നമ്മുടെ ഉണക്ക് എന്നാ വേണ പണിയുക. അവിടെ ഞങ്ങൾ മദ്രാസിൽ മാത്രം ഒരു പ്രിവ്യൂ ഷോ വെച്ചു. അതിൽ മോഹൻലാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സുച്ചിയോ ആരും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട്. ഇല്ലാത്ത സമയത്ത്, കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും മോഹൻലാൽ എന്താ പടം കണ്ടിട്ടില്ല എന്നുള്ള കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും, അദ്ദേഹം പടം കണ്ടിട്ടില്ല. മോഹൻലാൽ ഈ സിനിമ കണ്ടിട്ടില്ല. നിങ്ങൾ എന്നെ ദൈവത്തിനെ ഓർത്ത് വിശ്വസിക്കൂ. മോഹൻലാൽ ഈ സിനിമ കണ്ടിട്ടില്ല, നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. മോഹൻലാൽ പടം കാണാത്തത് കൊണ്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ മേജർ രവി പറഞ്ഞിട്ടുള്ളത്. കീർത്തി ചക്ര കണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പാടില്ല. പിന്നെ നമ്മൾ ഈ 24/7 ലാലേട്ടൻ്റെ കൂടെ നടക്കുന്ന ആളുകളൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ ലൈവിൻ്റെ തുടക്കത്തിൽ ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കറിയുന്നത് പോലെയല്ല, ലാലേട്ടൻ നല്ല കാര്യങ്ങളിലൊക്കെ ഞാൻ കൂടെ നിന്ന ഒരാളാണ്, ലാലേട്ടൻ വെച്ച സിനിമ. ശരിയാണ്, മലയാളികൾക്ക് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിനെ ഈ സ്ക്രീനിൽ കാണുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. മെജോറിറ്റി ആളുകൾക്കും ഈ വ്യക്തിയായിട്ട് അടുത്ത ഇടപഴകാനുള്ള ചാൻസ് നിങ്ങളെപ്പോലുള്ള സിനിമാക്കാർക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. സാർ, നിങ്ങൾ ഇനിയിപ്പോൾ ഈ വന്നിരുന്ന് പറയുന്നത് ഞങ്ങൾ വെള്ളം തൊടാതെ വിശ്വസിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പറഞ്ഞതിൽ വലിയൊരു മിസ്റ്റേക്ക് കിടക്കുന്നുണ്ട്. ഈ സിനിമ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ലാലേട്ടൻ കണ്ടിട്ടില്ല എന്ന് ഇത്ര അതോറിറ്റി വെച്ച് നിങ്ങൾ എങ്ങനെ സംസാരിക്കും സാർ? മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടൻ തന്നെ ഈ സിനിമയുടെ ടീസർ ലോഞ്ച് ഇവന്റിന്റെ സമയത്ത് വന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടോ? ഈ സബ്ജക്റ്റിന് വേണ്ട വിധത്തിൽ ഓരോ സിനിമ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ള വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഡയറക്ടർ. സോ coming to Empuran, like Priti said, we had a lot of obstacles. ഞങ്ങൾക്ക് ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഓൾ വിത്തിൻ അസ്, അത് പറയേണ്ട കാര്യമില്ല. അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിൽ 100% അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ്, നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ആൻഡ് താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും. ലൈക്ക് ചെമ്പൽമുത്ത് സാർ, മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടൻ പറഞ്ഞത് ഞാൻ ഈ സിനിമ കണ്ടതാണ്, ഞാൻ കണ്ട സിനിമയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്.
ഇതിലെവിടെയാണ് അല്ലെങ്കിൽ ലാലേട്ടൻ കള്ളം പറഞ്ഞതാ? അല്ല ഇനിയിപ്പോൾ അതാണോ മേജർ രവി ഉദ്ദേശിച്ചത്? മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടൻ കള്ളം പറഞ്ഞു. ഈ എൻറ്റയർ ലൈവില് മേജർ രവി പറയുന്നുണ്ട് മോഹൻലാൽ ഒരു സ്ക്രിപ്റ്റ് കേൾക്കും, സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ പോർഷൻ മാത്രം വന്ന് ഡബ് ചെയ്തിട്ട് പോവും, അദ്ദേഹം ബാക്കി സിനിമയുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. സിനിമയെക്കുറിച്ച് 40 വർഷത്തിന് മുകളിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയും ഹിറ്റുകളും തന്ന് മലയാളികളുടെ എൽ ബ്രാൻഡായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഇന്ത്യൻ സിനിമയുടെ ഫേസ്, മലയാളം സിനിമയുടെ ഫേസ്, വേൾഡ് ലെവൽ സിനിമ എടുത്ത് നോക്കിയാലും ടോപ്പ് 10 ആക്ടേഴ്സിൽ നിൽക്കുന്നൊരു മഹാനടൻ അഭിനയിച്ച സിനിമകളെക്കുറിച്ച് ഒന്നും അറിയാതെയാണോ ഇത്ര കാലം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നത്? ഇത് നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ മലയാളികളായിട്ടുള്ള ഓരോ ആളുകളും വിചാരിക്കുക എന്താ അറിയോ, ഇങ്ങനെ ഇത് അഭിനയിച്ച സിനിമയെ കുറിച്ച് പോലും അത് കാണുന്നില്ല, അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇതൊക്കെയാണോ നിങ്ങൾ ലൈവിൽ വന്നിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആൻഡ് ഈ പറഞ്ഞത് ലാലേട്ടൻ തന്നെയാണ് ഈ പറഞ്ഞത്, ലാലേട്ടൻ ഈ സിനിമ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ എങ്ങനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മേജർ രവി എന്ന് പറഞ്ഞ വ്യക്തി വന്നിട്ട് ലൈവിൽ ഇരുന്നിട്ട് പറയുന്നത് എന്നെ നിങ്ങൾ വിശ്വസിക്കൂ, ഞാൻ ദൈവത്തിന് മുകളിൽ സത്യം ചെയ്യുന്നു, ലാലേട്ടൻ ഈ പടം കണ്ടിട്ടില്ല, നിങ്ങൾ ആരും ലാലേട്ടനെ ചീത്ത പറയരുത്? അല്ലെങ്കിൽ മോഹൻലാലിനെ ആരവിടെ ചീത്ത പറഞ്ഞേ? നിങ്ങളിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താ അറിയോ? നിങ്ങൾക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് സൂചിപ്പിക്കണം സൂപ്പർ എന്നുണ്ടെന്ന് എനിക്ക് ചെയ്ത ഒരു വിഷയമുള്ള കേസുമല്ല. പക്ഷെ അതിൻ്റെ പേരിൽ മോഹൻലാലിനെ ഇങ്ങനെ വലിച്ച് സൈഡിൽ വെച്ചിട്ട് അപ്പുറത്ത് പൃഥ്വിരാജിനെ കുത്ത, മുരളി ഗോപിനെ കുത്ത, ചാഞ്ഞ് നടക്കണം മരമുള്ള ഓടി കയറിയിട്ടാണ് പോയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും ഒരു വേണം, മനസ്സിലായോ? അല്ലാതെ നാലാളെ സൂചിപ്പിക്കാൻ വേണ്ടി വീഡിയോ ഇടാൻ നടന്നാൽ ഇങ്ങനെ തന്നെ ഇരിക്കും. ഇതൊന്നും ആയിരുന്നില്ല തള്ള്. FDFSന് എമ്പുരാൻ ഷോ കണ്ടിറങ്ങിയ ഇതേ മേജർ രവി പറഞ്ഞത് നിങ്ങൾ കേട്ടോ. പൃഥ്വിരാജ് വേറെ ലെവല്. കാരണം അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഡയറക്ടറുടെ ഒരു ഡ്രീമാണ് ഇങ്ങനെയൊക്കെ ഒരു പടം ചെയ്യാന്നുള്ളത്. പക്ഷെ അത് രാജുവിന് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയായാലും ആ ഒരു 3ാമത്തെ ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയ മേജർ രവിക്ക് ഈ പടത്തിന്റെ 3ാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പടം വേറെ ലെവല് പടം, ഇതേപോലൊരു ഡയറക്ടർക്ക് ഇങ്ങനത്തെ ഒരു പടം എടുക്കാൻ പറ്റിയത് അവൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മനുഷ്യൻ്റെ മനസ്സിലേക്ക് അന്ന് എന്തേ ഗുജറാത്ത് കലാപവും ഗോദ്രയും ബാക്കി വിഷയങ്ങളൊന്നും നിങ്ങളെ കണ്ടില്ലേ, അല്ലെങ്കിൽ നിങ്ങളെ തലയിൽ കയറിയില്ലേ? എന്തുവാണ് ഇത്? ഒന്നും ഇങ്ങോട്ട് കത്തി വിഷയങ്ങൾ മാറി സംഘ് ടീം ഇത് ഏറ്റെടുത്തു എന്ന് കണ്ടപ്പോൾ പിന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ അല്ലേ ഇപ്പോഴത്തെ പരിപാടിക്ക് ഈ സാധനം എന്ത് ചെയ്യുക, ആ ഡേറ്റ് പിടിച്ചിട്ട് എന്നാൽ കൂട്ടത്തിൽ ലാലേട്ടൻ നമ്മളാളെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ സേവ് ചെയ്യുക, ബാക്കിയുള്ളവരെ തലയിൽ അടിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലാലേട്ടനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലാലേട്ടനെ കുറിച്ചിട്ട് ഇല്ലാത്ത എല്ലാ പരിപാടികളും ലൈവിൽ വന്നിരുന്ന് ഞാൻ ലാലേട്ടൻ്റെ അടുത്ത ആളാണ്, ഞങ്ങൾ വളരെ ക്ലോസ് ആണെന്നുള്ളത് വരെ അങ്ങനെ കാണിച്ചിട്ടാണ് ഇരുന്നിട്ട് ഈ ലാലേട്ടനെ കുറിച്ചിട്ട് ഈ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ സ്ക്രിപ്റ്റ് വായിക്കില്ല, ലാലേട്ടൻ വായിച്ചാൽ തന്നെ സിനിമ ഫുള്ള് കാണില്ല, ഡബ് ചെയ്യേണ്ട പോർഷൻ മാത്രമേ ഡബ് ചെയ്യൂ. എന്തൊക്കെ ഒരു സംഗതിയാണോ താൻ പറഞ്ഞു വെച്ചത്? സാർ പറയുന്നത് ശരി എന്ന് വെക്കാം. പക്ഷെ സാർ പറഞ്ഞ ഈ സ്വഭാവം മോഹൻലാൽ മാറ്റിയേ പറ്റൂ. ഓക്കെ, മാറ്റിയേ പറ്റൂ എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. കാരണം പല മിസ്റ്റേക്കുകളിൽ നിന്നുമാണ് നമ്മൾ പഠിക്കുന്നത്. മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ ദിസ് വാട്ട് പീപ്പിൾ, അതർവൈസ് പീപ്പിൾ വിൽ ഹേറ്റ് ഹിം. ഡോണ്ട് വറി, ഞാൻ അറിയുന്ന മോഹൻലാൽ വിൽ സബ്മിറ്റ് എൻ അപ്പോളജി ടു യു ആൾ. വൈ? ബിക്കോസ് അദ്ദേഹം അറിയാതെ ചെയ്തതാണെങ്കിലും ശരി, അദ്ദേഹം അത് ചെയ്തിരിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടനെ കുറിച്ച് കുറേ കാലമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ പറയുന്നത് ലാലേട്ടനല്ല ലാലേട്ടൻ്റെ സിനിമകൾ ചൂസ് ചെയ്യുന്നത്, ലാലേട്ടന് വേണ്ടി ബാക്കിയുള്ളവർ ചൂസ് ചെയ്യുന്നിടത്ത് ലാലേട്ടൻ പോയി അഭിനയം. അത് നിങ്ങൾ കോൺക്രീറ്റ് ഇട്ട് വെക്കുകയാണോ നിങ്ങളിപ്പോൾ ഈ ചെയ്തത്? ആ പരിപാടിയല്ലേ നിങ്ങൾ കാണിച്ചേ? പിന്നെ ഈ വന്നിട്ട് ലാലേട്ടൻ സോറി പറയും. എടോ, ഇത്രയും വലിയ ബ്രാൻഡായിട്ടിരിക്കുന്ന മനുഷ്യന് നിങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണോ? അയാൾ തെറ്റ് ചെയ്ത അയാൾക്ക് സോറി പറഞ്ഞാൽ മതി. അയാൾ എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തേ? ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് വായിച്ചു, ഒരു സിനിമ കേട്ടു, 6-7 മണിക്കൂർ എടുത്തിട്ടാണ് പൃഥ്വിരാജ് മോഹൻലാലിന് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തത്. പൃഥ്വിരാജ് തന്നെ എവിടെ പറയുന്നുണ്ട്, ഏതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ നാളെ ആ ഒരു വീഡിയോയിൽ വേണമെങ്കിൽ വെച്ച് തരാം. പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആസ് എ ഡയറക്ടർ അയാൾ ഓരോ സീൻ ബൈ സീൻ കഴിഞ്ഞാലും നേരെ അടുത്തിരിക്കുന്ന സ്പോട്ട് എഡിറ്ററിൻ്റെ അടുത്ത് വന്നിട്ട് ആ മോണിറ്റർ നോക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ വെരിഫൈ ചെയ്തിട്ട് അത് കാണിച്ചു കൊടുത്തിട്ടാണ് അയാൾ അവിടുന്ന് കട്ട് ചെയ്തിട്ട് പോവുക. എൻറ്റയർ പടം പാക്കപ്പ് ചെയ്തിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ 3 മണിക്കൂർ എത്ര മിനിറ്റ് മാത്രമേ ആ പടത്തിനകത്ത് ഇനി വെട്ടാനൊന്നുമില്ല, അത്രയും ക്രിസ്പ് ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അയാൾ ഒരു പടം ഷൂട്ട് ചെയ്ത് വെച്ച് പോകുന്നത്. അപ്പം ഇതൊന്നും ഈ പറഞ്ഞ ലാലേട്ടനോ അല്ലെങ്കിൽ ബാക്കി ടീമോ ഒന്നും അറിയില്ല. പൃഥ്വിരാജും മുരളി ഗോപിയും കൂടി രാവിലെ ആകുമ്പോൾ വലിയൊരു ഇരുട്ടറെ പോയി ജി ബൂമ്പാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടി വന്നു, എല്ലാവരും കൂടി അഭിനയിപ്പിച്ചാണ് വിട്ടു. ആരോടും ഒന്നും പറഞ്ഞില്ല, അജണ്ടേൻ്റെ കാര്യം പറഞ്ഞില്ല, ഈ പറഞ്ഞ പരിപാടികളൊന്നും പറഞ്ഞില്ല.
ഇതൊക്കെ ഇങ്ങോട്ട് മലയാളികൾ വെള്ളം തൊടാതെ വിശ്വസിക്കണം. ഇനി മേജർ രവിക്ക് എന്ത് ഉത്തരമാണ് പറയുള്ളത്? മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടനാണ് പറഞ്ഞത്, ഞാൻ പടം കണ്ടിട്ടുണ്ട്, ഇത്രയും സ്ട്രഗിൾ, ഇത്രയും പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ ഷൂട്ട് ചെയ്തൊരു സിനിമ, അതാണ് ലാലേട്ടൻ എടുത്തു പറഞ്ഞേ. ആ സിനിമ ഞാൻ കണ്ടു, ഇനി നിങ്ങളിലേക്ക് എത്തും. എന്നിട്ട് ഇയാൾ വന്നിരുന്നിട്ട് തള്ളു. ലാലേട്ടൻ സിനിമ കണ്ടില്ല, ലാലേട്ടൻ ആരും കുറ്റം പറയരുതേ, അയ്യോ അയ്യോ. എന്ത് മനുഷ്യന്മാരുടെ ഇവിടെ നടന്നുകൊണ്ട് ഇനി മനസ്സിലാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ ഇപ്പോൾ വരുന്ന വഴിക്കാണ് ഈ ഒരു ഓറഞ്ച് പനിയും മേടിച്ചിട്ടത്. നീ നാളെ ചിലപ്പോൾ എൻ്റെ വീഡിയോ ഒരു നിരോധിച്ചാൽ ഞാൻ എന്ത് കാണിക്കും? ഇനിയിപ്പോൾ എൻ്റെ പരിപാടി തന്നെ, ഇനി തീരുന്നുണ്ട് ഈ ഓറഞ്ച് ഡ്രസ്സ് ഇട്ടണേ ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിരോധനം വന്നാൽ നമുക്ക് അരി വാങ്ങി പോകണ്ടേ, നടക്കൂല്ലോ പരിപാടി. ഫുള്ള് ഓറഞ്ച് തന്നെ ഇനി മുതലാണ്ട്. എൻ്റെ മേജർ സാറേ 1.5 തള്ളായിപ്പോയി.